രാവിലെ പത്രം വായിക്കാതെ ഒരു ദിനം തള്ളി നീക്കാൻ പ്രയാസമാണ്. പത്രം വായിക്കുമ്പോൾ അത് എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു പത്രം പുറത്തിറങ്ങുന്നതിന് പിന്നിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് കാണിച്ചു തരികയാണ് പള്ളുരുത്തി SDPY ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ മലയാളം അധ്യാപികയായ നിഷ MKയുടെയാണ് ഈ പത്രനിർമ്മാണ ആശയം. മലയാളികളുടെ മാത്രമല്ല, ഈ ലോകത്തിലെ തന്നെ ഭൂരിപക്ഷം ആളുകളുടെയും ദിനചര്യയാണ് ഒരു ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുക എന്നത്. നമ്മളിൽ പലരും ആ പത്രം വായിക്കുമെന്നല്ലാതെ അതിന് പിന്നിലുള്ള അധ്വാനം എന്തെന്ന് അറിയുന്നില്ല. എന്നാൽ അധ്വാനം എന്തെന്ന് കാണിച്ചു തരികയാണ് പള്ളുരുത്തി SDPY ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ മലയാളം അധ്യാപകരാണ് ഈ പത്രനിർമ്മാണ ആശയം മുന്നോട്ട് വെച്ചത്. നമ്മുടെ ഇതുപോലുള്ള വിദ്യാലയങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ, കുട്ടികളുടെ രക്ഷകർത്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് ഇതൊരു വലിയ മാധ്യമമാണെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ പത്രത്തിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ, അവരിനി ഭാവിയിൽ വളർന്നു വരുമ്പോൾ വലിയ വലിയ മേഖലകളിലേക്ക് എത്തേണ്ടവരാണ്. അപ്പൊ അവരെ എഡിറ്റിംഗ് മുതൽ നമ്മൾ പരിശീലിപ്പിച്ചു വരികയാണ്. ഡിജിറ്റൽ പത്രനിർമ്മാണത്തിൽ പരിശീലനം നൽകിയത് പുത്തൻതോട് സ്കൂളിലെ മലയാളം അധ്യാപകനായ പ്രകാശ് പ്രഭുവാണ്. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തത് പ്രകാശ് പ്രഭു സാറാണ്. അപ്പൊ സാറിനെ ഇത്തരണത്തിൽ ഒരു നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഞാൻ. മലയാളം സബ്ജക്ട് കൗൺസിലിന്റെ ഇടയിലാണ് ഇങ്ങനൊരു ആശയം വന്നത്. അങ്ങനെ സാറിനെ വിളിച്ചപ്പോൾ സാറ് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വരികയും കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയും ചെയ്തു. പത്രനിർമ്മാണ പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളെയും. സ്കൂളിൽ നടന്ന കലാകായിക മത്സരങ്ങൾ, ആഘോഷ പരിപാടികൾ എന്നിവയാണ് വിദ്യാർത്ഥികൾ പത്രത്തിൽ വാർത്തയാക്കിയത്. വിദ്യാർത്ഥികൾ എഴുതുന്ന വാർത്തകൾ കൃത്യമായി തിരുത്തിക്കൊടുത്തുകൊണ്ട് സദാസമയം അധ്യാപകരും അവർക്കൊപ്പം തന്നെയുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രകാശ് പ്രഭു സാർ വന്ന് നമുക്ക് ക്ലാസ് നൽകി. ലിബ്രോഫീസ് റൈറ്ററിൽ A3 പേജ് സെറ്റ് ചെയ്താണ് നമ്മൾ ഇത് നിർമ്മിച്ചത്. A3 പേജ് തന്നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തു. അതിൽ ന്യൂസും പിക്ചേഴ്സും ആഡ് ചെയ്താണ് നമ്മൾ ഇത് നിർമ്മിച്ചത്. ഒരു വിഷയം കിട്ടി കഴിയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ തന്നെ അതിൻ്റെ ഇതൊക്കെ എഴുതി നമ്മൾ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യണം. മിസ്സുകാരുടെ ഹെൽപ്പോടുകൂടി തന്നെ എഡിറ്റ് ചെയ്തിട്ട് മിസ്സുകാർക്ക് അത് കൈമാറും. ഒക്ടോബർ 1-ാം തീയതിയാണ് നടത്തിയത്, ലോക വയോജന ദിനത്തിൽ. അത് ഞങ്ങൾക്ക് തന്ന ടാസ്ക് ആയിരുന്നു ആ ന്യൂസ് ചെയ്യാൻ. അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്ത് മിസ്സിനെ ഏൽപ്പിച്ചു. മിസ് അതിലുള്ള തെറ്റുകളൊക്കെ തിരുത്തി അത് പത്രത്തിൽ കൊള്ളിച്ചു. പത്രത്തിലെ എഡിറ്റോറിയൽ എഴുതുന്നതിനും വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം ഒരുക്കിയിരുന്നു. അധ്യയനത്തിന് തടസ്സം വരാതെ ശനിയാഴ്ചകളിലും മറ്റ് ഒഴിവുവേളകളിലുമായിരുന്നു പത്രനിർമ്മാണ പ്രവർത്തനങ്ങൾ. എല്ലാത്തിലും വളരെ സഹകരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം നമ്മളെപ്പോ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ വന്നിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഒട്ടും ക്ലാസ് സമയം നഷ്ടപ്പെടുത്താതെയാണ് ഇത് ചെയ്യുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിഹാലിനെയും സ്കൂൾ ലീഡറായ ധാർമ്മികിനെയുമാണ് പത്രം സെറ്റ് ചെയ്യുന്നതിനായി ചുമതലപ്പെടുത്തിയത്. ആദ്യത്തെ പത്രം ലക്കം തയ്യാറാക്കാൻ ഞാനും പിന്നെ എൻ്റെ സുഹൃത്തായ ധാർമ്മിക ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പത്രം തയ്യാറാക്കാൻ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു. ധർമ്മബേരി എന്ന പേരിട്ട പത്രത്തിന്റെ ആദ്യ ലക്കം പുറത്തിറക്കിയത് മാധ്യമ പ്രവർത്തകനായ VP ശ്രീലനാണ്. ഇതിനോടകം പത്രത്തിന്റെ 2 ലക്കങ്ങൾ പുറത്തിറക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ധർമ്മബേരി എന്നാണ് പത്രത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ പേര് ശ്രീ ധർമ്മ പരിപാലന യോഗം സ്കൂളാണ്. അപ്പൊ അതിൽ നിന്ന് ആ ധർമ്മം എന്നുള്ള വാക്കെടുത്തിട്ട് അത് ധർമ്മഭേരി എന്നുള്ള ഒരു ടൈറ്റിൽ ഞങ്ങൾ എടുക്കുകയായിരുന്നു. രണ്ടാമത്തെ ലക്കം തയ്യാറാക്കിയത് മുഹമ്മദ് ഫഹീം, മുഹമ്മദ് റയാൻ PS, അദ്വൈത് ദിനേശൻ, നിവേദ് കൃഷ്ണ എന്നിവരടങ്ങുന്ന ടീമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് പൂർണ്ണ പിന്തുണയുമായി എന്നും അധ്യാപകരും ഒപ്പമുണ്ട്. നിഷ ടീച്ചർ നല്ലോണം സഹായിച്ചേച്ച്. ആ ടീച്ചറെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് HM ശ്രീദേവി മാം നമുക്ക് സഹായിച്ചേച്ചു. ഇത് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ശ്രീഹരി. ഇവൻ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ തുടങ്ങി നല്ലപോലെ ജോമെട്രിക് പാറ്റേൺ വരയ്ക്കും. അവൻ്റെ ആ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് ഉപജില്ലാ ഗണിതശാസ്ത്രമേളയിൽ ഓൺ ദ സ്പോട്ട് മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. അവന് A ഗ്രേഡോടെ വിജയം നേടാൻ കഴിഞ്ഞു. ഷിയാർ നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്. ഓട്ടത്തിന് മാത്രമല്ല, അവൻ ഗണിത ക്ലാസ്സിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം സന്തോഷമുണ്ട് ന്യൂസ് പേപ്പറിലൊന്നും നേടി. സ്കൂൾ പ്രധാന അധ്യാപിക SR ശ്രീദേവി, മലയാളം അധ്യാപിക MK നിഷ, സ്കൂൾ IT കോർഡിനേറ്ററായ SG ദീപ,
ലിറ്റിൽ കൈറ്റ്സിന്റെ ചുമതലയുള്ള അധ്യാപിക ബീന ഒപ്പം മറ്റ് അധ്യാപകരുടെ കൂട്ടായ പരിശ്രമവുമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് പിന്നിലുള്ളത്. മലയാളം വിഭാഗം അധ്യാപകരുടെ സബ്ജക്ട് കൗൺസിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനുള്ളൊരു വേദിയാണ്. അവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു ആശയം വന്ന് കിട്ടിയത്. സ്കൂളിൽ IT പ്രത്യേക പരിശീലനം നൽകുന്ന ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തന മേഖലയുണ്ട് കുട്ടികൾക്കായിട്ടുള്ള. അപ്പോൾ ലിറ്റിൽ കൈറ്റിലെ കുട്ടികളെ ഇതിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കാര്യം ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയും ഇനി ഓരോ ടേമിലും നടന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. മലയാള അധ്യാപക ശ്രീമതി മിസ് ടീച്ചറാണ് ശരിക്കും ഇതിനൊരു നേതൃത്വം കൊടുത്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. മറ്റെല്ലാവരും ഒപ്പം നിന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,